വിവിധ ആവശ്യങ്ങൾ മുൻനിർത്തി തൊഴിലുറപ്പ് തൊഴിലാളികൾ നീലേശ്വരത്തെ സബ് ട്രഷറി ഓഫീസ് കേന്ദ്രീകരിച്ച് മാർച്ചും ധർണയും നടത്തി. NREG വർക്കേഴ്സ് യൂണിയൻ നീലേശ്വരം മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു സമരം. This news sponsored by Manual Silks, Mega Mall, Main Road, Kanyangad. Also at Kannur, Irati and Pattambi. തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കുന്ന കേന്ദ്ര നയം തിരുത്തുക, അയ്യങ്കാളി തൊഴിലുറപ്പ് കൂലി കുടിശ്ശിക അനുവദിക്കുക, അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി കാര്യക്ഷമമാക്കുക, തൊഴിലാളി ക്ഷേമനിധിക്ക് മതിയായ ഫണ്ട് അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾ നീലേശ്വരത്ത് സബ് ട്രഷറി ഓഫീസ് കേന്ദ്രീകരിച്ച് മാർച്ചും ധർണയും നടത്തിയത്. NREG വർക്കേഴ്സ് യൂണിയൻ നീലേശ്വരം മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു സമരം. നിരവധി തൊഴിലാളികൾ പങ്കെടുത്ത മാർച്ച് NREG വർക്കേഴ്സ് യൂണിയൻ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് P. ദിവാകരൻ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര ഗവൺമെന്റ് ഘട്ടത്തിൽ പറഞ്ഞു, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾ ഒരു പഞ്ചായത്തിൽ 20 മേച്ചുമാർക്ക് കീഴിൽ മാത്രമേ ഒരു സന്ദർഭത്തിൽ പണിയെടുക്കാൻ പാടുള്ളൂ. നമ്മൾ ശക്തമായ സമരം നടത്തി. നമ്മൾ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രിയെ കണ്ട് സംസാരിച്ചു. അവസാനം ആ ഉത്തരവ് കേന്ദ്ര ഗവൺമെന്റ് പിൻവലിച്ചിട്ട് പറഞ്ഞു, കേരളത്തിൽ മാത്രം ഒരു പഞ്ചായത്തിൽ 50 തൊഴിൽ ദിനം, 50 മേച്ചുമാർക്ക് കീഴിൽ തൊഴിലിടങ്ങളിൽ പണിയെടുക്കാം. അത് കേരളത്തിൽ മാത്രമെന്നുള്ള നിലയിലാണ് നമ്മുടെ യൂണിയന്റെ സമരവും സംസ്ഥാന ഗവൺമെന്റിന്റെ കാര്യക്ഷമമായിട്ടുള്ള ഇടപെടലും മൂലം ആ നിലയിലേക്കുള്ള ഉത്തരവ് മാറ്റി ഇഷ്ടം പോലെ ആവശ്യാനുസരണം മേച്ചുമാർക്ക് കീഴിൽ ആവശ്യാനുസരണം തൊഴിലിടങ്ങളിൽ പണിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള സന്ദർഭം സംസ്ഥാന ഗവൺമെന്റും നമ്മുടെ യൂണിയനും തൊഴിലാളികൾക്ക് ഉണ്ടാക്കി കൊടുത്തു. കേന്ദ്ര ഗവൺമെന്റ് ആ സമരത്തിന്റെ മുമ്പിൽ വഴങ്ങി. ചടങ്ങിൽ P. ജാനകി അധ്യക്ഷയായി. PM സന്ധ്യ, BV ശ്രീജ, CC കുഞ്ഞിക്കണ്ണൻ എന്നിവർ സംസാരിച്ചു. മുനിസിപ്പൽ കമ്മിറ്റി സെക്രട്ടറി KV സുധാകരൻ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, നീലേശ്വർ.